തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. അതിൽ ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണമാണ് ബാക്കിയുള്ളത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്തത്. തിരുവനന്തപുരത്ത് വെച്ച് രഹസ്യമായാണ് സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മൊഴിയെടുപ്പ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. സുരേഷ് ഗോപി പൂരം അലങ്കോലപ്പെട്ട സമയത്ത് ആംബുലൻസിലെത്തിയതടക്കം ഉദ്യോഗസ്ഥർ ചോദിച്ചു. BJP പ്രവർത്തകരാണ് പൂരസ്ഥലത്തെ പ്രശ്നങ്ങൾ അറിയിച്ചതെന്നാണ് കേന്ദ്രമന്ത്രിയുടെ മൊഴി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ഗൂഢാലോചനയുണ്ടെന്ന് CPI ആണ് പ്രധാനമായും ആരോപണം ഉന്നയിച്ചത്. സുരേഷ് ഗോപി സ്ഥലത്ത് ആംബുലൻസിൽ വന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് CPI നേതാവ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകിയിരുന്നു. സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് CPI നേതാവ് VS സുനിൽകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലും പറയുന്നത്. CPI നേതാക്കൾ അടക്കമുള്ളവരുടെ മൊഴി പ്രത്യേക സംഘം നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം ഉടൻ പൂർത്തിയാക്കി സർക്കാരിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കപ്പെട്ട അന്വേഷണങ്ങളെല്ലാം പൂർത്തിയാവുകയാണ്. സംഭവത്തിൽ ADGP MR അജിത് കുമാറിന് വീഴ്ചയുണ്ടെന്ന് നേരത്തെ DGPയും റിപ്പോർട്ട് നൽകിയിരുന്നു. ഇക്കാര്യങ്ങളിൽ ഇനി സർക്കാർ നിലപാടാണ് വ്യക്തമാകേണ്ടത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.